ഇത് വെറുമൊരു അരിയുടെ കഥയല്ല, മറിച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു പൈതൃകത്തിന്റെ, ആരോഗ്യത്തിന്റെ, പിന്നെ അറിവിന്റെയൊക്കെ വലിയൊരു ലോകത്തെക്കുറിച്ചാണ്. നൂറ്റാണ്ടുകളായി നമ്മുടെ കർഷകർ ഓരോ പ്രദേശത്തെയും മണ്ണിനും കാലാവസ്ഥയ്ക്കുമൊക്കെ അനുയോജ്യമായ രീതിയിൽ വികസിപ്പിച്ചെടുത്ത ആയിരക്കണക്കിന് വിത്തിനങ്ങളാണിവ. കേരളത്തിൽ മാത്രം ഏകദേശം 2000 പരമ്പരാഗത നെല്ലിനങ്ങളുണ്ടായിരുന്നു എന്നാണ്. എന്നുകൊണ്ടാണ് അവയൊക്കെ അപ്രത്യക്ഷമായത്? അതിന്റെ ഉത്തരം ഹരിതവിപ്ലവത്തിന്റെ ചരിത്രത്തിലുണ്ട്. അന്ന് നമ്മുടെ പ്രധാന ലക്ഷ്യം ഭക്ഷ്യസുരക്ഷയായിരുന്നു. പട്ടിണി മാറ്റുക എന്നതായിരുന്നു പ്രധാനം. അതിനായിട്ട് കൂടുതൽ വിളവ് തരുന്ന, പെട്ടെന്ന് വളരുന്ന സങ്കരയിനം വിത്തുകൾ വ്യാപകമായി. അതാ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമായിരുന്നു. പക്ഷേ ആ ഓട്ടത്തിനിടയിൽ പലതും നമുക്ക് കൈമോശം വന്നു. ഓരോ നെല്ലിനത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ 8 തനത് നെല്ലിനങ്ങളിൽ നടത്തിയ ഒരു ലാബ് പഠനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് ആധുനിക വെളുത്ത പൊന്നിയരിയേക്കാൾ ഗ്ലൈസീമിക് ഇൻഡെക്സ്, അതായത് GI, അത് വളരെ കുറവാണ് ഈ 8 ഇനങ്ങൾക്കും. കേരള കാർഷിക സർവകലാശാലയുടെ പഠനത്തിൽ തവളക്കണ്ണൻ, രക്തശാലി തുടങ്ങിയ ഇനങ്ങളിൽ പ്രോട്ടീനും കൊഴുപ്പും സാധാരണ അരിയേക്കാൾ വളരെ കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചുവന്ന അരിയുടെ പുറന്തൊലിയിൽ ഇരുമ്പും സിങ്കും കൂടുതലാണ്. കറുത്തരിയിലാകട്ടെ ആന്തോസിയാനിൻ എന്ന ആന്റിയോക്സിഡന്റും വിറ്റാമിൻ ഇയും ധാരാളമുണ്ട്. ഇത് പല ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാൻ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഓരോ നിറത്തിനും അതിൻ്റേതായ ആരോഗ്യപരമായ ഗുണങ്ങളുണ്ട്. നമ്മൾ അരിയെ വെളുപ്പിക്കുമ്പോൾ ഈ ഗുണങ്ങളാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുത്തുന്നത്. പ്രാദേശികമായി നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പുനരുജ്ജീവന ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? നമുക്ക് ഈ അരി വാങ്ങി കഴിക്കാൻ പറ്റുമോ? തീർച്ചയായും. എന്റെ കൃഷിയിടം പോലുള്ള ചില സംരംഭങ്ങൾ തിരക്കേറിയ IT പ്രൊഫഷണലുകളെയും ഡോക്ടർമാരെയും പോലുള്ളവരെ കർഷകരുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. അവരുടെ ലക്ഷ്യം വളരെ ലളിതമാണ്: വിഷരഹിതവും ഔഷധഗുണവുമുള്ള അരി ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതൊരു കമ്മ്യൂണിറ്റി മോഡലാണ്. അംഗങ്ങൾക്ക് അവരുടെ കഴിവിനനുസരിച്ച് സമയം, പണം അല്ലെങ്കിൽ അധ്വാനം നൽകി ഈ സംരംഭത്തിൽ പങ്കാളികളാകാം. വിളവെടുക്കുമ്പോൾ അവർക്കും അതിൻ്റെ ഒരു പങ്ക് ലഭിക്കും. ഇത് ഉൽപ്പാദകനും ഉപഭോക്താവും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നു. നിങ്ങൾ കഴിക്കുന്ന അരി കൃഷി ചെയ്ത കർഷകനെ നിങ്ങൾക്ക് നേരിട്ടറിയാം. ഓരോ നെല്ലിനവും എവിടെ, ആര്, ഏതു വയലിൽ ഉൽപ്പാദിപ്പിച്ചു എന്ന വ്യക്തമാക്കുന്ന ലോട്ടുകൾ തിരിച്ചുള്ള പാക്കിങ്ങിലൂടെ വാങ്ങുന്നയാൾക്ക് ഒരു പൂർണ്ണമായ സുതാര്യത ഉറപ്പാക്കുന്നു. നിങ്ങൾ വാങ്ങുന്ന അരിയുടെ ഒരു ബാക്ക് ഹിസ്റ്ററി വരെ നിങ്ങൾക്കറിയാൻ കഴിയും. ഇത് സംരക്ഷണമെന്ന വലിയ ആശയത്തെ നമ്മുടെയെല്ലാം തീന്മേശയുമായി നേരിട്ട് ബന്ധിപ്പിക്കുകയാണ്. സൂപ്പർമാർക്കറ്റുകളിലെ മിനുക്കിയ വെളുത്ത അരിയുടെ വിലയുമായി മത്സരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമാവില്ലല്ലോ. അതൊരു പ്രധാന വെല്ലുവിളിയാണ്. എന്തുകൊണ്ടാണ് ഈ അരിക്ക് വില കൂടുതൽ? എന്തൊക്കെയാണ് ഇതിൻ്റെ ആരോഗ്യപരമായ ഗുണങ്ങൾ? കുറഞ്ഞ വിളവ് ലഭിക്കുന്ന ഈ നെല്ലിനങ്ങൾ കൃഷി ചെയ്യാൻ കർഷകനെ പ്രേരിപ്പിക്കണമെങ്കിൽ അവർക്ക് ന്യായമായ വില നൽകേണ്ടതുണ്ട്. ആ വില നൽകാൻ ഉപഭോക്താവ് തയ്യാറാകണം. അപ്പോൾ ഇതൊരു കച്ചവടം എന്നതിലുപരി ഒരു കൂട്ടായ ഉത്തരവാദിത്വമായി മാറുന്നു. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഇത് വെറുമൊരു ഗൃഹാതുരത്വമല്ല. ഭക്ഷ്യസുരക്ഷ, ജൈവവൈവിധ്യം, വ്യക്തിഗത ആരോഗ്യം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഒരു ചെറിയ തീരുമാനം ഒരു പ്രത്യേക വിത്തിനം കൃഷി ചെയ്യാൻ ഒരു കർഷകന് നൽകുന്ന പ്രോത്സാഹനമാണ്. ആ വിത്ത് ഒരുപക്ഷെ അന്യം നിന്നു പോകാതെ അടുത്ത തലമുറയ്ക്ക് കൂടി ലഭിക്കാൻ ആ തീരുമാനം സഹായിച്ചേക്കാം.